മീശേ അവൻ എന്തിനു ഭാവത്തിൽ വിളിക്കണത്? പല്ലിന്റെ പോട്ടിനകത്ത് ഒരു കഷ്ണം ഇറച്ചിയിരിക്കുന്നു. അതാണ് മീശേ, പല്ലിന് പോണുണ്ടായിരുന്നാലേ ഇറച്ചി നമുക്ക് സ്റ്റാക്ക് ചെയ്യാം. അല്ലേ മീശേ, മട്ടനൊന്നും പഴയ രുചിയൊന്നും ഇല്ലേ? അതിന് ഇതിനു മുമ്പ് നീ മട്ടൻ കഴിച്ചിട്ടുണ്ട്. പണ്ട് ഓലക്കെട്ട് സമയത്ത് അച്ഛൻ 1/2 കിലോ മട്ടൻ വാങ്ങിക്കും. മീശ, ഈ മട്ടൻ എന്ന് പറഞ്ഞാൽ കാളിറച്ചിയല്ലേ? വിവരമില്ല മീശേ. ഡാ മട്ടൻ എന്ന് പറഞ്ഞാ പോത്ത്. പോടാ പോത്തെ. എടാ മട്ടൻ എന്ന് പറഞ്ഞ ആട്. ഇതറിഞ്ഞെങ്കിൽ ഒരു പ്ലേറ്റ് ഇറച്ചിയും കൂടെ തിന്നിട്ട് വന്നാൽ മതി. ഇപ്പൊ എത്ര പ്ലേറ്റ് കയറ്റി? കടയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ 50 രൂപ കടം വെച്ചിട്ടാണ് ഇറങ്ങിയത്. ഏയ്, ആ നക്കി പട്ടാളത്തിന് മുൻകൂർ പണം വാങ്ങിയിട്ടാ ഇപ്പൊ ഞണ്ണിയത്. നാളെ നേരം വെളുക്കുമ്പോ പണി എടുത്തോളും. ഞങ്ങൾ വരാം മീശേ. മട്ടന്റെ മണം ഇതിലേക്ക് മാറിയില്ല. കൈ എഴുതൂല. നമസ്കാരം സാർ. ബംഗാളികളൊന്നും പണി കിട്ടിയില്ല മീസേ. ഹിന്ദി അറിഞ്ഞുകൂടാന്നേ ഉള്ളൂ. യുവന്മാര് പണിയിൽ ബംഗാളിയേക്കാളും മെച്ചം. മീശയെ വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ മുൻകൂറായി പണം തന്നത്. പണി വെടുപ്പായിരിക്കണം. എന്റെ സ്വഭാവം അറിയാലോ. വാ, പണി ഇത്രയേ ഉള്ളൂ. ഈ മെറ്റൽ കോരി മുകളിലെത്തിക്കണം. ഏയ്, പണി ഇത്രയേ ഉള്ളൂ. ഇതിനെ കയറ്റി മുകളിലെത്തിക്കണം. ഞാൻ ഇവിടെ ഇരുന്നോളാം. മീശേ ഇങ്ങോട്ട് നോക്കണം. മീശേ, പണി ഇതുവരെ തുടങ്ങിയില്ലേ? അവന്മാരെവിടെ പോയി? ഒരുത്തൻ ബംഗാളികളെ വിളിക്കാൻ പോയി. വേറൊരുത്തൻ ഭാര്യയുടെ കമ്മൽ പണയം വയ്ക്കാൻ പോയി.